നമസ്കാരം. കല്ലടയാറിൻ്റെ കുറുകെയുള്ള തടയണയാണ് നമ്മളിപ്പോൾ കാണുന്നത്. വീഡിയോ ദൃശ്യങ്ങൾ ഡാമെന്നും പറയാം. അതിൻ്റെ ദൂരക്കാഴ്ചയാണ്. കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലയായ വനപ്രദേശമാണ്. ഇതിലൂടെ കടന്നു പോകുന്ന ദേശീയപാതയിലൂടെ തമിഴ്നാട് തെങ്കാശിയിലേക്ക്, തെങ്കാശി, തൂത്തുക്കുടി, തിരുനെൽവേലി തുടങ്ങിയ പ്രദേശങ്ങൾക്കും നമുക്ക് എത്തിപ്പെടാവുന്ന ദേശീയപാതയാണ്. ഈ കല്ലടയാറിൻ്റെ ചേർന്ന് കടന്നു പോകുന്ന റോഡ്. കാലാവസ്ഥ പൊതുവെ മഴയാണ്. കൊല്ലം ജില്ലയുടെ പ്രധാന നദിയായ കല്ലടയാറിൻ്റെ കുറുകെ സ്ഥിതി ചെയ്യുന്ന ചെക്ക് ഡാമാണ്. അതിമനോഹരമായ ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിൽ തെന്മല ഡാമിന് സമീപമാണ്. ഈ കാണുന്ന ചെക്ക് ഡാമിൽ നിന്നും ഏതാണ്ട് 2 കിലോമീറ്റർ ദൂരം മാറിയാൽ കൊല്ലം ജില്ലയിലെ തെന്മല ഡാമാണ്. പ്രകൃതി മനോഹരമായ ഈ പ്രദേശം കാലാവസ്ഥ മഴയായതിനാൽ കാണാനും ആസ്വദിക്കാനും വളരെ ഭംഗിയുണ്ട്. അതിമനോഹരമായ പ്രദേശം സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ്. കൊല്ലം ജില്ല തെന്മല എന്ന പ്രദേശത്ത് ആണ്. തെന്മലയോട് ചേർന്നുള്ള പ്രദേശത്താണ്. ഏറിയ തെന്മലയാണ്. ഇവിടെ നിന്നും ഒഴുകുന്ന ഈ ജലം പുനലൂർ നഗരത്തിൻ്റെ ഹൃദയഭാഗത്തു കൂടി എത്തിച്ചേരുകയും അവിടെ നിന്നാണ് കൊല്ലത്തേക്ക് ഈ കല്ലട നദി ഒഴുകിയെത്തുന്നത്. കൊല്ലത്തെത്തിച്ചേർന്നാൽ പിന്നെ അവിടെ നിന്ന് നേരെ സമുദ്രത്തിലേക്കാണ് ഇത് ലയിക്കുന്ന നദിയാണ് കല്ലടയാറ്. കൊല്ലം ജില്ലയുടെ തന്നെ ഒരു ഹിൽസ് ഏരിയയാണ് ഈ പ്രദേശം. ഇതിനോടനുബന്ധിച്ച് തന്നെ തൊട്ടടുത്ത് ഒരു എസ്റ്റേറ്റ് ഉണ്ട്, തേയില എസ്റ്റേറ്റ്. അതുകൂടാതെ ഇതിലെ കടന്നു പോകുന്ന റോഡിലൂടെ തമിഴ്നാട് തെങ്കാശി, തിരുനെൽവേലി, തൂത്തുക്കുടി, മധുര തുടങ്ങിയ പ്രദേശത്തേക്ക് നമുക്ക് എത്തിച്ചേരാവുന്ന ദേശീയപാതയാണ് ഇതിനോട് ചേർന്ന് കടന്നു പോകുന്നത്. കല്ലടയാറിൻ്റെ ചെക്ക് ഡാമിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ഇവിടെ പൂർണ്ണമാവുകയാണ്. ചാനലിലെ പരിപാടി ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.